ശരി, നമ്മുടെ ഈ ഇന്നലെ പോലീസിൽ പരാതി വന്നിരുന്നു. ഈ മറിയക്കുട്ടിയും 70 വയസ്സുള്ള മറിയക്കുട്ടിയുടെ ഒരു മകൻ റജിയെയും കാണാനില്ല എന്ന് പറഞ്ഞ് പരാതിയാണ് വന്നത്. അപ്പോൾ വന്നപ്പോൾ തന്നെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു, മിസ്സിങ്ങിന് കേസെടുത്തു 57 KP ആക്ട് പ്രകാരം. അതിൻ്റെ ബേസിൽ അന്വേഷണം നടത്തി. പക്ഷേ മനസ്സിലായ കാര്യം ഇവരുടെ വേറൊരു മകനും കൊണ്ടുണ്ട്, സജി ഇന്നലെ വൈകുന്നേരം മുതൽ മിസ്സിംഗ് ആണ്. അപ്പോൾ ഇതിന് നേരത്തെയും ഇവർ തമ്മിൽ പലപ്പോഴും വഴക്കുണ്ടാക്കുന്നുണ്ട് എന്നൊരു വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എപ്പോഴും അങ്ങോട്ടും വീട്ടിലെപ്പോഴും പ്രശ്നങ്ങളാണെന്നുള്ള വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ബേസിൽ നമ്മളിപ്പോൾ ഇവിടെ അന്വേഷണം നടത്തിയപ്പോൾ സംശയകരമായ കുറേ സാഹചര്യങ്ങളുണ്ട്. അവർ രണ്ടുപേരും കൊലപ്പെട്ടതാണെന്നൊരു സംശയമുണ്ട്. അപ്പോൾ നമ്മൾ RDO ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ഇപ്പം RDO താമസിയാതെ വരും. അതുപോലെ തന്നെ പോലീസ് സർജൻ സ്ഥലത്ത് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇവർ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സംശയിക്കുന്നത് അവരെ കൊലപ്പെടുത്തി ഇവിടെ അടക്കം ചെയ്യുന്നൊരു സംശയമുണ്ട്. എക്സ്ഹ്യൂമേഷൻ നടത്തേണ്ടി വരും. അതിനുവേണ്ടിയാണ് RDO വരുന്നത്. പോലീസ് സർജനെ ഇവിടെ തന്നെ വരാൻ ഉള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേസ് അത് കൺഫേം ആണെങ്കിൽ നമ്മൾ 308 സെക്ഷൻ ആൾട്ടർ ചെയ്ത് 302 അല്ല 106 103 ആയിട്ട് സെക്ഷൻ ആൾട്ടർ ചെയ്തിട്ട് നമ്മൾ ബാക്കി അന്വേഷണം തുടരും. എനിവേ നമുക്കിവിടെ ഒരാൾ മിസ്സിംഗ് ഉണ്ട്. മിസ്സിംഗ് ആയ ആൾ ഇവരുടെ ഇളയ മകൻ ആയ സജിയാണ്. സജിയെ കണ്ടെത്തുന്നതിന് വേണ്ടി പോലീസ് പല സ്ക്വാഡ് ഉണ്ടാക്കി പല വഴിക്ക് വിടുന്നുണ്ട്. നമ്മുടെ ഡോഗ് സ്ക്വാഡിന്റെ സഹായം തേടിയിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡ് കടാവർ ഡോഗ് താമസിയാതെ തന്നെ വരും. പോലീസ് എത്തിയപ്പോഴാണ് സാറേ സജി ഇവിടുന്ന് പോയത്? അല്ലല്ല, ഇന്നലെ മിസ്സിംഗ് ആണ്. സജി ഇന്നലെ മുതൽ മിസ്സിംഗ് ആണ്. അതിന്റെ പുറകെ പോലീസ് ഉണ്ടായാലും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു. ഇവരെ കാണാനില്ല എന്നുള്ള പരാതി നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു? ഇല്ല, നേരത്തെ കിട്ടില്ല. ഇന്നലെയാണ് കിട്ടുന്നത്. കാര്യം ഇവർ 2-ാം തീയതി മുതൽ മിസ്സിംഗ് ആണെന്നാണ് ഇപ്പം 9-ാം തീയതി മുതൽ മിസ്സിംഗ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ പരാതി നമുക്ക് ഇന്നലെയാണ് വന്നേക്കുന്നത്. ഇവരുടെ ഒരു മകളാണ് പരാതിയായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ആ കുട്ടി വേറെ ഒരിടത്താണ് താമസിക്കുന്നത്. അവരോട് ഇന്നലെ വന്നിട്ട് ഇങ്ങനെ സംശയം ഉണ്ടെന്ന് പറഞ്ഞ് പോലീസിൽ വന്നപ്പോഴാണ് നമ്മളതിനെക്കുറിച്ച് നമുക്കൊരു വിവരം കിട്ടുന്നത്. നാട്ടുകാർക്കും ആർക്കും തന്നെ ഇതിനെക്കുറിച്ച് വേറെ അറിവൊന്നും ഇല്ലായിരുന്നു. ശരി.